കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ട് നമ്മൾ കളർ ചേഞ്ച് ചെയ്തിട്ട് വേറെ തന്നെ ഒരു മൂടാക്കാൻ വേണ്ടിട്ട് പോകാൻ. നേരെ ഇങ്ങോട്ട് വാ നെഞ്ചത്തേക്ക്, എന്നിട്ട് കേറി ഇരുന്ന മേത്ത് കൂടെ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡയലോഗ് പോലുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്വിഫ്റ്റ് എടുക്കുന്നുണ്ട്, അതുപോലെ അപ്പുറത്തെ സൈഡിലൊരു സിവിക്ക് എടുക്കുന്നുണ്ട്, ഹോണ്ട സിവിക്ക്. ആ സിവിക്ക് എടുത്തിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിടണം. കുറച്ച് വർക്ക് ഉണ്ട്. സ്റ്റിയറിംഗ് ബോക്സ് കംപ്ലൈന്റ് ആയിട്ട് ആ സ്റ്റിയറിംഗ് ബോക്സ് പണിയാനുണ്ട്, അതുപോലെ തന്നെ അതിന് ബോഡി കിറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ടൈപ്പ് ആറ്. അപ്പോൾ അതെല്ലാം വഴിയെ ചെയ്യുന്നുണ്ട്. എടുത്തിട്ട് നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിടണം. അത് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് ആ സ്വിഫ്റ്റ് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ സ്വിഫ്റ്റ് ഫുൾ ബോഡി പെയിന്റിന് വന്നിട്ടുള്ളതാണ്. ഇതിന്റെ ബോഡി കണ്ടീഷൻ ഭയങ്കര മോശമാണ് കേട്ടോ. പക്ഷേ പെയിന്റ് ഒക്കെ ആകെ ഫെയ്ഡായി, ആകെ അലമ്പായിട്ട് എടുക്കുക. ഇതിന്റെ ബോഡി കിറ്റ്സ് മാറ്റണം, പിന്നെ ഹെഡ്ലൈറ്റ്സ് എല്ലാം ഫെയ്ഡ് ആയിട്ടുണ്ട്, ഹെഡ്ലൈറ്റ്സ് മാറ്റണം. ഒരു ഫുൾ വർക്കാണ് ഈ ഒരു വണ്ടി. അപ്പോൾ നമുക്ക് എന്തായാലും സിവിക്ക് എടുത്തിട്ട് ഇറങ്ങാം. സിവിക്ക് ഞാൻ കാണിച്ചു തരാം, അപ്പുറത്തെ സൈഡിൽ എടുക്കുന്നുണ്ട്, അതെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിന് വന്ന ഹോണ്ട സിവിക്ക് കേട്ടോ. സംഭവം അത്യാവശ്യം ക്ലീൻ സിവിക്കാണ്. ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിയിലാണ് നമുക്ക് ടൈപ്പ് ആറ് ബോഡി കിറ്റ്സ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് ബോക്സ് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു കംപ്ലൈന്റ് നമുക്ക് മാറ്റണം. ഫസ്റ്റ് നമുക്ക് സ്റ്റിയറിംഗ് ബോക്സ് കംപ്ലൈന്റ് മാറ്റലാണ് നമ്മുടെ പണി. അങ്ങനെ പോലെ ഒരു 3-4 ദിവസം പണി ഉണ്ടാവും. സ്റ്റിയറിംഗ് ബോക്സ് ആണോ കംപ്ലൈന്റ്, അതോ പമ്പാണോ കംപ്ലൈന്റ്, അതുപോലെ പൈപ്പ് വല്ല ലീക്കോ അങ്ങനെ എന്തെങ്കിലും ആണോ നോക്കി നോക്കണം. സ്റ്റിയറിംഗ് നല്ല ടൈറ്റ് ഉണ്ട്. ഇത് നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി നോക്കാൻ വേണ്ടിയിട്ട്. സിവിക്ക് കൊണ്ടുപോയിട്ട് വന്നിട്ട് ഞാൻ കംപ്ലീറ്റ്ലി കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് വണ്ടി. ഓക്കെ, ബോഡി ക്വാളിറ്റി ഭയങ്കര മോശമാണ്. ഞാനത് കൊണ്ടുപോയിട്ട് വന്നിട്ട് ഈ വണ്ടി അങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സിവിക്ക് കൂടെ എടുക്കുന്നുണ്ട്. കൊണ്ടുവന്നിട്ട് പിന്നെ തീരെ വാഷ് ചെയ്തിട്ടില്ല, മഴയത്ത് കിടന്ന് ഓടിയതാണ്. സമയം കിട്ടിയിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്. ഇതിൽ എക്സോസ്റ്റ് ഉണ്ട് കേട്ടോ ഓൾറെഡി. ഡുവൽ ടിപ്പ് വാലോട്രോണിക് ചെയ്തിട്ടുണ്ട്, കാർബൺ ടിപ്പ് വരുന്നത് കണ്ടോ. ബോർലിൻ്റെ ഇലക്ട്രോണിക് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ആറ് ബോഡി കിറ്റ്സ് ഫൈബറിലും ABSയിലാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഉള്ളത്. EP ആണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ നോക്കിയോട്ടെ, എന്തായാലും സ്റ്റോക്ക് കിട്ടുമോ നോക്കിയോട്ടെ. എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വർക്ക് കഴിക്കണം. വണ്ടിയുടെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഇപ്പോൾ വാലോട്രോണിക് ഓഫാണ്. ഇവിടെ റിമോട്ട് എടുക്കുന്നുണ്ട്. ഓണാക്കി കഴിഞ്ഞാൽ കണ്ടോ, വാൽവ് ഓൺ ആയത് കണ്ടോ. ഓഫാക്കി കഴിഞ്ഞാൽ ഓഫായി. ഭയങ്കര ലൗഡാണ് കേട്ടോ. സീൻ ലൗഡ് എന്ന് പറഞ്ഞാൽ സീൻ ലൗഡ്. രക്ഷയില്ല എക്സോസ്റ്റ്. അപ്പൊ അത് വാലോട്രോണിക് മാത്രമേ ചെയ്തിട്ടുള്ളൂ, എൻഡ് ക്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് റെസിസ്റ്റർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ സ്ട്രൈറ്റ് ആയി. അതാണ് ഇത്ര ലൗഡ്. നമുക്ക് ബോഡി കിറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം. മെല്ലെ മെല്ലെ ഇതിന്റെ ബോക്സ് ഉണ്ട്. വീൽസ്, അതുപോലെ ഫുൾ സിസ്റ്റം, ഹെഡേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്, പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നേരെ പോകണം വർക്ക്ഷോപ്പിൽ കാണട്ടോ. വർക്ക്ഷോപ്പിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം എന്താ കംപ്ലൈന്റ്. സ്റ്റിയറിംഗിന്റെ ആ ഒരു ടൈറ്റ് കണ്ടിട്ട് തോന്നണത് പമ്പ് പോയതാണ് തോന്നണത്. പോയി നോക്കി നോക്കാം. അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക്. അത്യാവശ്യം ലൗഡാണ് കേട്ടോ വാലോട്രോണിക്. ചെറിയൊരു പൊട്ടൽ വരുന്നുണ്ട്. നമ്മുടെ സിറ്റിയുടെ വീഡിയോ ഇട്ട സമയത്ത് അതിൽ ചെറിയൊരു പൊട്ട് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ ക്യാറ്റ് ബാക്ക് ചെയ്തിട്ട് ചെറിയ ഒരു പൊട്ടൽ വന്നതാണ് കേട്ടോ. ആ പൊട്ടൽ ഇതിനുണ്ട്. തിരക്ക് കഴിഞ്ഞിട്ട് കാല് കൊടുക്കുമ്പോൾ ഞാൻ കേൾപ്പിച്ചു തരാം. ഓക്കെ, ഭയങ്കര ലൗഡാണ് കേട്ടോ. ചില്ലറ അവിടെ നിന്നല്ല. നല്ലൊരു റെസിനേറ്റർ വെച്ച് കഴിഞ്ഞാൽ ഈ ലൗഡ് കുറഞ്ഞു കിട്ടും കേട്ടോ. കുറച്ചും കൂടെ സ്മൂത്ത് ആവും സൗണ്ട്. കൊടുക്കാം ചേട്ടാ. പിടിക്കാണ്, നമുക്കും കൂടി പോണ്ടേ. അടുത്തത് നേരെ ഇങ്ങോട്ട് വാ നെഞ്ചത്തേക്ക്, എന്നിട്ട് കേറി ഇരുന്ന മേത്ത് കൂടെ. എന്താ ചെയ്യാ. ഒന്നാമത് അവിടുന്ന് ഇങ്ങോട്ട് ഒരു കയറ്റം ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞാൻ അവിടെ ആക്സിഡന്റ് ആയിട്ട് കിടന്നതാണ് കേട്ടോ. കയ്യും കാലൊക്കെ ഒടിഞ്ഞിട്ട് ആ ഒരു കയറ്റത്തിൽ ഇതേപോലെ തന്നെ ബസ് കയറി വന്നിട്ട് ബൈക്കായിട്ട് പോയിട്ട് ഇടിച്ചാണ് ഞാൻ. ഓവർടേക്ക് ചെയ്ത് കയറി വന്നിട്ട് അപ്പോൾ എനിക്കിപ്പോൾ അത് ഓർമ്മ വന്നു. ഓൾറെഡി അവിടെ അങ്ങനെ ഒരു കയറ്റം ഇറങ്ങിയിട്ട് ഇങ്ങനെ കുന്നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങുക. ആ ഒരു കയറ്റത്തിൽ നിന്നാണ് ഓപ്പോസിറ്റ് ബസ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടുന്ന് ഒരു വണ്ടി പടച്ചു വരികയാണെന്നുണ്ടെങ്കിൽ കാണും കൂടി ഇല്ല. അങ്ങനെയാണ് ഞാൻ അന്ന് ആക്സിഡന്റ് ആയത്. ഞാൻ അവിടുന്ന് ഇങ്ങനെ താഴ്ന്ന് ഇങ്ങനെ കയറി വന്നിട്ട് ആ കുന്നിങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഓപ്പോസിറ്റ് ബസ് ഓവർടേക്ക് ചെയ്ത് വന്നത്. അതിൻ്റെ മുകളിൽ ഞാൻ ഇടിച്ചു വീണ്. ഇപ്പോഴൊന്നുമല്ല, കുറേ കൊല്ലം മുന്നേ 2018 ആണെന്ന് തോന്നുന്നു.
എന്നിട്ട് ആക്സിഡന്റ് ആയിട്ട് ഞാൻ RC200 എടുത്തിട്ട് പുതിയ വണ്ടി ആകെ ഒരാഴ്ച ആയിട്ടുള്ള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് RC200. അങ്ങനെ അന്ന് ആക്സിഡന്റ് ആയി. അപ്പൊ എനിക്കിപ്പോ ആ ബസ് കയറി വന്നപ്പോ കറക്റ്റ് അതാ ഓർമ്മ വന്നിട്ടാ. ഈ കൈ ഒടിഞ്ഞു, ഇവിടെ ഒടിഞ്ഞു, കാലിലെ മുട്ട്, രണ്ട് കൈയൊക്കെ കെട്ടുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ കിടപ്പായിരുന്നു. എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ജാതി കോമഡി വീഡിയോ ആയിരുന്നു. ഇപ്പോൾ ചെക്കന്മാരുണ്ടാക്കിയതാണ്. അതായത് ഞാൻ സ്പീഡിൽ പോകുന്നൊരു വീഡിയോ, പിന്നീട് ആക്സിഡന്റ് ആയിട്ട് വരുന്ന ഒരു വീഡിയോ. അങ്ങനെ ഒരു വീഡിയോ, ഒരു കോമഡി വീഡിയോ പിള്ളേർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതോടെ എന്തായി, ബൈക്കിൻ്റെ മുകളിലുള്ള ആ ഒരു ഇത് ഡാഡി നിർത്തിപ്പിച്ചു. പിന്നെ നോ ബൈക്ക് എന്നാണ് പറയണത്. എനിക്കിപ്പോൾ ഇപ്പോഴും നല്ല ആഗ്രഹമുണ്ട് സൂപ്പർ ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ഉപ്പ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് സൂപ്പർ ബൈക്കും കാര്യങ്ങളൊന്നും എടുക്കാത്തത് കേട്ടോ. അല്ലെങ്കിൽ ഒരു ഡ്രീം ബൈക്ക് ഉണ്ട് എനിക്ക്, സൂപ്പർ ബൈക്ക്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ വർക്ക്ഷോപ്പിൽ എത്താനായി. പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്താ അവസ്ഥ. ഗൈസ്, നമ്മളങ്ങനെ സിവിക്ക് വർക്ക്ഷോപ്പിൽ ഇട്ടിട്ടുണ്ട്. പമ്പ് പോയതാവാനാണ് സാധ്യത ഉള്ളൂ. എന്തായാലും അയച്ചു നോക്കട്ടെ. വൈകിട്ട് അപ്ഡേഷൻ കിട്ടും. വൈകിട്ട് അപ്ഡേഷൻ കിട്ടിയതിനനുസരിച്ച് വേണം നീങ്ങാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് സ്വിഫ്റ്റിന്റെ കോലം ഞാൻ കാണിച്ചു തരാം. സ്വിഫ്റ്റ് എടുത്തിട്ട് നമുക്ക് പെയിന്റിംഗ് ബൂത്തിൽ കൊണ്ടുപോയിടണം. എന്നിട്ട് അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് വന്നിട്ട് വേറെയും കുറെ പരിപാടികളുണ്ട്. സിറ്റി വർക്ക്ഷോപ്പിൽ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞെങ്കിൽ അത് എടുത്തിട്ട് അതിനും കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോണ്ട സിറ്റിക്ക് ഓൾറെഡി ഫുൾ സിസ്റ്റം എക്സോസ്റ്റ്, ഹെഡർ, ബാങ്കർ കിറ്റ് എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. പക്ഷെ അതിന്റെ എക്സോസ്റ്റ് എല്ലാം ആകെ പൊടിയായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ, റീവെൽഡ് ചെയ്തെടുക്കാനും ഉണ്ട്. അതിന്റെ റെസിനേറ്റർ മാറ്റാനുണ്ട്, എൻഡിക്കാനും മാറ്റാനുണ്ട്. അങ്ങനെ കുറെ പണികളുണ്ട് സിറ്റിക്ക്. അതിന്റെ പണിയായിട്ട് നമുക്ക് വേറെ ദിവസം ഇറങ്ങാം. എന്തായാലും അത് വർക്ക്ഷോപ്പിൽ നിന്ന് പണി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്തിട്ട് വരാം. കാഴ്ച നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ സ്വിഫ്റ്റിന്റെ കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്തെടുക്കാണ്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് സ്വിഫ്റ്റിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ കണ്ട അത്യാവശ്യം പണിയുണ്ട്. ഈ ബമ്പറിൻ്റെ മുകളിൽ ഇനി നമുക്ക് പണിയെടുക്കാൻ പറ്റില്ല. കാരണം ഈ ബമ്പറിൻ്റെ മുകളിൽ കുറേ ഹോൾസും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് കണ്ട, ആണിയൊക്കെ ഡയറക്റ്റ് അടിച്ച് കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കേർട്ട് അടിച്ചിട്ടുണ്ട്. ഫൈബർ സ്കേർട്ടാണ്, തീരെ ക്വാളിറ്റി ഇല്ലാത്ത സ്കേർട്ടാണ്. പിന്നെ ഈ മെഷും കാര്യങ്ങളൊക്കെ ആകെ ഇളകി വരുന്നുണ്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ബമ്പർ കിറ്റിൻ്റെ മുകളിൽ പണിയെടുത്തിട്ട് കാര്യമില്ല. ഫോഗ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ട ആകെ ഫെയ്ഡായിട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്സും കംപ്ലീറ്റ്ലി ഫെയ്ഡായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്യാനുണ്ട്. ഹെഡ്ലൈറ്റ്സും ടൈൽ ലൈറ്റ്സ്, പിന്നെ ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ ഒക്കെ ചേഞ്ച് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ അല്ലറ ചില്ലറ ഡെന്റും കാര്യങ്ങളുണ്ട്, അത് ക്ലിയർ ചെയ്തെടുക്കാണ്ട്. പിന്നെ കളർ ചേഞ്ച് ആണ്, റെഡ് അല്ല നമ്മൾ അടിക്കുന്നത്, വേറെ ഏതെങ്കിലും വെറൈറ്റി കളേഴ്സ് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ്ലി പോയി കിടക്കാനുണ്ട്. ഈ ഒരു ബമ്പർ കിറ്റും കാര്യങ്ങളൊക്കെ കണ്ട ഫുള്ള് ഡയറക്റ്റ് സ്ക്രൂ അടിച്ചിട്ട് ആകെ അലമ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡ് സ്കേർട്ട് ഉണ്ട്, ഇതെല്ലാം റിമൂവ് ചെയ്ത് നമുക്ക് കളയാനുണ്ട്. അല്ലറ ചില സ്ക്രാച്ച് ഉണ്ട്. പിന്നെ ഈ പെയിന്റും കാര്യങ്ങളൊക്കെ ഫെയ്ഡ് ആയിട്ട് കണ്ട. ഈ ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും കംപ്ലീറ്റ്ലി ഫെയ്ഡ് ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ ബാക്കിലും സ്കേർട്ട് ഉണ്ട്, ആഡ് ഓൺ സ്കേർട്ട് ഉണ്ട്. അതും ഫൈബറിൽ തന്നെ ചെയ്തേക്കണം. അതും ആകെ തീരെ ക്വാളിറ്റി ഇല്ലാത്ത പോലെ ആയിരിക്കണം. ഡയറക്റ്റ് സ്ക്രൂവും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ആകെ അലമ്പായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ച് ഈ രണ്ട് ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഫുള്ള് റിമൂവ് ചെയ്തിട്ട് ഒഴിവാക്കുക. എന്നിട്ട് പുതിയ ബമ്പർ എടുത്തിട്ട് ഇടാനുള്ള പരിപാടിയാണ്. പുതിയ ബമ്പറും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് നമുക്ക് പെയിന്റിങ്ങിന്റെ പരിപാടി തുടങ്ങാം. ഈ ഒരു വണ്ടി ഇനി വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ കണ്ടോ, കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ട് നമ്മൾ കളർ ചേഞ്ച് ചെയ്തിട്ട് വേറെ തന്നെ ഒരു മൂടാക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. ഈ വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. ഗായ്സ്, അപ്പോൾ നമ്മൾ സ്വിഫ്റ്റ് കൊണ്ടുപോയി ഇട്ട് കൊടുത്തു. നമ്മുടെ പെയിന്റിംഗ് ബൂത്തിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടുത്ത പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ സിറ്റിയുടെ പ്രഷർ സ്വിച്ച് വന്നിട്ടുണ്ട്, കൊറിയർ. ആ കൊറിയർ എടുത്തിട്ട് സിറ്റിയുടെ അടുത്ത് പോകണം. സിറ്റിയുടെ അടുത്ത് പോയിട്ട് സിറ്റി ക്ലിയർ ചെയ്തിട്ട് സിറ്റി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാനുണ്ട് കേട്ടോ. പോണ വഴിക്ക് ഒരു പൊലിവ് ചേട്ടനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ആ ചേട്ടൻ കാണിച്ചോടാ, ചേട്ടനല്ലോ സീനടാ, എന്തെല്ലാം കാട്ടിക്കൂട്ടി ചേക്കണില്ലേ. ഉണക്കായിരിക്കും. നിങ്ങൾ വീട് എവിടെ? കുറുക്കഞ്ചേരിയാ? പൊലിവുണ്ട്. ആയിക്കോട്ടെ, ശരിട്ടാ. ഒന്നൂടെ പൊലിവ് മോനെ. കടുത്ത ആരാധകനാണ്. കടുത്ത ആരാധന ഇല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ആരാധന കൊണ്ട് ഒരുപാട് ഫ്ലക്സ് അടിക്കണതും കുറെ പൈസ ചെലവാക്കണതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ സെറ്റപ്പ് ആദ്യം കാണാം കേട്ടോ. ചേട്ടൻ എന്തായാലും പൊലിവായി. ചേട്ടൻ യൂട്യൂബിൽ വരും കേട്ടോ. എന്തായാലും ചേട്ടൻ പോയി ഒരു വെറൈറ്റി ആയി എന്തായാലും സീനടാ മോനെ, സീന്. അത് നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം. സിറ്റിയുടെ അടുത്ത് പോയി നമ്മൾ പ്രഷർ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി അത് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നാളെ ആവും. അതുകൊണ്ട് ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ നാളെ വേറൊരു വീഡിയോ ആക്കിയിട്ട് ഇടാം. നമ്മുടെ സിവിക്കിന് ചെറിയ ഒരു തുമ്മലുണ്ട്. ഇപ്പൊ പെട്ടെന്ന് വന്നതാണ് കേട്ടോ. എനിക്ക് തോന്നണത് കോയിലോ അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗോ കംപ്ലൈന്റ് ആയിട്ടുണ്ടാവും. സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മള്. ഇനി ഒരു ചെറിയൊരു സെക്കൻഡ്സിന്റെ ഉള്ളിൽ തന്നെ സൗണ്ട് വ്യത്യാസം വന്നു തുടങ്ങും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, എനിക്ക് ഫീൽ ചെയ്യണ്ടെന്ന് അറിയില്ല. ഒരു തുമ്മല് കണ്ടോ, ഒരു ബം 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 എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിലുണ്ട്. അത് ആക്ച്വലി നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആക്കണം. ക്ലിയർ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ
പിന്നീട് അത് ബുദ്ധിമുട്ടായി മാറും. ഇപ്പൊ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഫസ്റ്റ് അത് ചെറിയ തോതിലാണ് കിട്ടുള്ളൂ, പിന്നെ മെല്ലെ മെല്ലെ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ അത് കൂടി വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാലും എടുത്ത് കാണിച്ചു തരാം. തണുത്തിരിക്കാൻ കേട്ടോ, അതാണ് ആ ഒരു ഇത് വരുന്നത്, പുക പോലെ വരുന്നത്. പുക പോലെ വരുന്നത് തണുത്തിരിക്കാൻ കേട്ടോ, അതുകൊണ്ടാണ്. കോയിലിന്റെ പ്രശ്നം നമുക്ക് എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കാനുണ്ട്. ഏത് കോയിലാന്ന് കണ്ടുപിടിക്കണം, അതാണ് വള്ളി. ഫസ്റ്റ് ഒരു കോയിൽ മേടിച്ചിട്ട് വേണം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് മുന്നേ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. കോയിൽ അയച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എന്താണ് സംഭവം എന്ന്. സ്പാർക്ക് പ്ലഗും അതുപോലെ കോയിലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ അത്രേ ഉള്ളൂ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതുപോലത്തെ കസ്റ്റമർക്ക് ആക്സസറീസ്, അതുപോലെ പെയിന്റ് വർക്ക്, ഫുൾ ബോഡി പെയിന്റിങ്, റീസ്റ്റോറേഷൻ, എന്ത് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ആകാം. നമുക്ക് അടുത്തൊരു വീഡിയോ.